ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ, ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഒരു അട്ടയർ വന്നിട്ട് ഗോൾഡൻ കളറാണല്ലോ. അപ്പോൾ നമുക്കൊരു ബ്രൈഡിന് ചെയ്യാൻ പറ്റുന്നതും സാധാ ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സസിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ കണ്ണിൻ്റെ മേൽവശം നമ്മൾ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ കണ്ണിൻ്റെ മേളിൽ നമ്മളെപ്പോഴും എന്താ ചെയ്യേണ്ടത്, ആ ക്രീസസ് കളേഴ്സ് ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കൺസീലർ വെച്ചിട്ട് കണ്ണിൻ്റെ മേൽഭാഗം മുഴുവൻ കവർ ചെയ്യുക. പിന്നെ ഒന്ന് ജസ്റ്റ് ഈ കളറിലെ പൗഡർ, ഈ കളർ ഒരു ലൈറ്റ് കളറാണ്. അപ്പോൾ അത് ഞാൻ ഓൾ ഓവർ കൊടുക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ കൺസീലർ ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പൗഡർ വെച്ച് ലോക്ക് ചെയ്യുന്നത്. ലോക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരു ഐ പെൻസിൽ, അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, ഇത് മാക്കിൻ്റെ ആണ്. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മേൽവശത്ത് ഇപ്പോൾ എല്ലാവരും താഴെയാണല്ലോ നമ്മൾ ടൈറ്റ് ലൈൻ ചെയ്യണം, അതേമാതിരി മേൽഭാഗവും നമ്മൾ ടൈറ്റ് ലൈൻ ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ചെയ്യുക. ബ്രൈഡ്സിനാണെങ്കിൽ അവരുടെ അടുത്ത് തന്നെ കൊടുത്തിട്ട് അതൊന്ന് അവരെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യിപ്പിച്ചാൽ അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ബ്രൈഡ്സിന് കണ്ണിൻ്റെ മേളിൽ വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത്. ഈ കണ്ണിൻ്റെ മേലത്തെ ഐലിഡിൽ വരയ്ക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഐലൈനർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മളെ കണ്ണ് വന്ന് പെട്ടെന്ന് തന്നെ ഒരു ഡെഫിനിഷൻ കിട്ടിയത് മാതിരി നമുക്ക് ഫീലാകും. അതേമാതിരി കണ്ണിൻ്റെ താഴത്തെ ലെയർ ബ്ലാക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗൺ കാജൽ വെച്ചിട്ടും കൊടുക്കാം. പക്ഷേ ഈ ബ്ലാക്ക് വന്ന് കുറച്ച് മ്യൂട്ടഡാണ്, ഭയങ്കര ഇങ്ങനെ കൺമഷി എഴുതിയത് മാതിരി ഫീലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതുമാതിരി ജെൽ ലൈനർ കാണുമല്ലോ നമ്മുടെ അടുത്ത്, ഇതിപ്പം സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഞാൻ ലിഡിൻ്റെ മേളിലേക്ക് ടാപ്പ് ചെയ്യുകയാണ്. അതായത് ഇത് ഒരു സ്മോക്കി അല്ല, പക്ഷേ സ്മോക്കി അല്ലാതെ തന്നെ നമുക്ക് ഒരു എന്താ ഒത്തിരി കരി പിടിച്ചത് മാതിരി ഇരിക്കാണ്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും ഒരു ഡാർക്ക് പിഗ്മെൻറ്റ് അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഷിമ്മേഴ്സ് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കൈ വെച്ചിട്ടും സ്മഡ്ജ് ചെയ്യാം, ഇല്ല പ്രൊഫഷണലാണെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് ഉള്ളവർക്ക് ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ സാധാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു സ്മോക്കി ആയിട്ടുണ്ട്. അതേമാതിരി ഇപ്പുറത്തെ കണ്ണ്. ഇങ്ങനെ ചെയ്യുമ്പം ഒത്തിരി മേളിലേക്ക് പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് വന്നിട്ട് നല്ലോണം ബ്ലാക്ക് കളറായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒരു ബ്രൗൺ കളറിലെ ഐ ഷാഡോ കൊടുക്കാൻ പോവുകയാണ്.
ഇത് 4 Hour 52ൻ്റെ പാലറ്റാണ്. ഈ പാലറ്റിൽ ഞാൻ ഒരു ഡാർക്കും മീഡിയം ഡാർക്കും രണ്ടും കൂടെ എടുക്കുവാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കൊടുക്കുവാണ്. ഇത് റിസപ്ഷൻ ലുക്കിനുമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഐ മേക്കപ്പാണ്. ഇത് ഇവിടെ വച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. അതല്ല കുറച്ച് ഷിമ്മർ വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ ഇപ്പം എല്ലാ ബ്രൈഡ്സിനും സ്യൂട്ടാവുന്ന ഏത് കളർ ഡ്രസ്സ് ആയാലും ഏത് കളർ സാരി ആയാലും കുഴപ്പമില്ല. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കോപ്പർ, പിന്നെ പിങ്ക് കോപ്പർ അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം ഞാൻ ഇതിൽ ഒരു കോപ്പർ തന്നെയാണ് എടുക്കുന്നത്. ഇത് ജസ്റ്റ് ഞാനൊന്ന് ഈ മിഡിൽ പോർഷനിൽ ഐബോൾ വരുന്ന അടുത്ത് ഞാൻ ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഓൾറെഡി അതിൻ്റെ അടിയിൽ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു ഗോൾഡൻ കളറിന് ഇത്രയും ഒരു ഇൻറ്റൻസിറ്റി കിട്ടിയത്. ഡയറക്റ്റായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു ഗോൾഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഒരു കളർ കിട്ടാറില്ല. അപ്പോൾ ആ ഒരു ട്രിക്കും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത്. അതായത് നമ്മൾ ലൈറ്റ് കളേഴ്സ് എന്ത് യൂസ് ചെയ്യുമ്പോഴും അതിന് കുറച്ചുകൂടെ ഒരു എന്താ പറയേണ്ട ഒരു എഫക്റ്റ്, ഒരു ഇൻറ്റൻസിറ്റി വേണം എന്നുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ട്രിക്ക്. ഇത് നിങ്ങളെ ആരും പഠിപ്പിക്കാറില്ല. എപ്പോഴും നമ്മളൊരു ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ ട്രിക്സ് നിങ്ങൾക്ക് കിട്ടാറുള്ളൂ. എപ്പോഴും ഐബോൾ ആയിരിക്കണം നമ്മുടെ മെയിൻ സെൻറ്റർ. ഈ ഗ്ലിറ്റേഴ്സിന് ഐബോളിൻ്റെ അവിടെ വച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. കഴിഞ്ഞില്ലേ? എന്താ എളുപ്പമാണ്. അപ്പോൾ ഇത് ആർക്കും, നിങ്ങളാരും മേക്കപ്പ് പഠിച്ചിട്ടില്ല, മേക്കപ്പ് എന്താണെന്ന് അറിയില്ല, അങ്ങനെയുള്ളവർക്ക് പോലും ഇത് വളരെ ഈസി അല്ലേ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും ഒരു ലൈറ്റർ ഷെയ്ഡ് ഇവിടെ എൻഡിൽ നമുക്കൊന്ന് കൊടുത്ത് അതിനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത്, അതായത് ഇത് പ്രത്യേകിച്ച് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യാത്ത മാതിരി. എപ്പോഴും നിങ്ങൾ പിഗ്മെൻറ്റ്സ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ ഡാപ്പ് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷം അതേമാതിരി കൊണ്ടുപോയി കണ്ണിൽ വയ്ക്കരുത്. കാരണം അന്നേരം അതിൻ്റെ അകത്തുള്ള ബ്രഷിൽ ഒത്തിരി അധികം പ്രോഡക്റ്റ് കാണും. അപ്പോൾ എപ്പോഴും നമ്മളൊന്ന് എടുക്കുക, ഒന്ന് ടാപ്പ് ചെയ്യുക. എക്സസ് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കണ്ണിലേക്ക് അത് കൊണ്ടുപോകാവൂ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ഐ മേക്കപ്പ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ കോഴ്സുകളിൽ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഫിനിഷ് ചെയ്യാൻ പല രീതികൾ ചെയ്യാം. ഐലാഷസ്, നമ്മളിപ്പോൾ ഒരു ബ്രൈഡിനാണെങ്കിൽ ഐലാഷസ് ഒട്ടിക്കും, അപ്പോൾ ഐലാഷസ് വയ്ക്കാം. പിന്നെ കാജൽ, ഒരു ചെറിയ ഐലൈനർ, വിങ് ലൈനർ ഒക്കെ കൊടുക്കുന്നെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. അതേമാതിരി ഇത് മതി, ഇത്രയിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇത്രയും മതി. അപ്പോൾ ഈ പറഞ്ഞ ഗോൾഡൻ പിഗ്മെൻറ്റിന് പകരം നമുക്ക് പലതരം പിങ്ക്, ലൈറ്റ് ഒരു പേസ്റ്റൽ കളേഴ്സാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത്രയും ഈസി ആയിട്ട് നമുക്കൊരിക്കലും ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഇത് നിങ്ങളുടെ ബ്രൈഡ്സിന്, ഇത് പ്രൊഫഷണലായിട്ട് പഠിക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നിങ്ങളുടെ ക്ലയൻസിനും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതേമാതിരി വീണ്ടും നിങ്ങൾക്ക് ഇതുമാതിരിയുള്ള പല കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക.
ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.